ഇനി വേറൊരു യാത്ര പോയാലോ? ഫാമിലി ആയിട്ടല്ല, ഓഫീസിൻ്റെ വകയാണ് ഇന്നത്തെ യാത്ര. എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഒരു 1 ഡേ ട്രിപ്പ്. 1 ഡേ ഒന്നുമില്ല, രാവിലെ 8:30 പോയി വൈകുന്നേരം 8:30 തിരിച്ചു വന്ന പോലെയാണ്. ആ അതെ, അപ്പോൾ ഒരു 1 ഡേ ആയില്ലേ? വോട്ടവർ. ഇല്ലല്ലോ, അപ്പോഴും 1 ഡേ ആയില്ലല്ലോ. ശരി, കണക്കിന് ഞാൻ പണ്ടേ വീക്കാണ്. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തോ. എന്തായാലും 8:30 ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാർട്ട് ചെയ്തു. സ്ഥിരം ബസ് സ്റ്റാർട്ട് ചെയ്താൽ എന്താ പിന്നെ, പാട്ട്, ഡാൻസ്, ബഹളം, അത് തന്നെ. ഇതെല്ലാവരും എൻ്റെ കൊളീഗ്സാട്ടോ. എനിക്ക് നല്ല പനിയായത് കാരണം ഞാൻ വലിയതായിട്ടൊന്നും എന്താ പറയുക, അതിലേക്ക് ഇൻവോൾവ് ആയില്ല. ഒരു ടാബ്ലറ്റും കഴിച്ച് ഞാൻ ആ സൈഡിലങ്ങ് ഇരിപ്പായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല ഗംഭീര പനിയായിരുന്നു. പനിയായതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാനോ പാട്ട് കേട്ടാലോ അടങ്ങിയിരിക്കാനോ? നോ രക്ഷ. പാട്ട് കേട്ടാൽ ഇങ്ങനെ സ്പ്രിങ് പോലെ ഞാനിങ്ങനെ തുള്ളിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു യാത്ര. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ആലപ്പിയിലുള്ളത്. അതായത് കുട്ടനാടൻ പ്രദേശം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു രസമാണ് കാണാൻ, അല്ലേ? പാടവും കായലും അങ്ങനെ കുറേ ഹൗസ് ബോട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ. എൻ്റെ മമ്മിയുടെ വീടും എടത്വയാണ്, അതും ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് അധികം പരിചയമുണ്ട്. പിന്നെ അവിടുത്തെ വെള്ളം മാത്രം എനിക്കിഷ്ടമല്ല, എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ നടന്നല്ലല്ലോ, ബസ്സിലല്ലേ. അത് പറയാൻ മറന്നുപോയി. ബസ് പകുതി വരെ വരാൻ പറ്റുള്ളായിരുന്നു. അതിനുശേഷം നമ്മൾ നടക്കണം, അതിനുശേഷം നമ്മൾ ഇരിക്കണം. എവിടെ? ബോട്ടിൽ. അങ്ങനെ ബോട്ടിലിരുന്ന് ഒരു എത്ര മിനിറ്റാ, ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തും. റിസോർട്ടിന് ചുറ്റും കായലാണ്, അതായത് ഒരു ഐലൻഡ് പോലെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബോട്ടിൽ പോകുന്നത്. വണ്ടിയൊന്നും അതുവഴി പോകൂല. ഓക്കെ, അങ്ങനെ ഒരു 80 പേർക്ക് കയറാൻ പറ്റുന്ന ബോട്ടിലാണ് നമ്മൾ പോയത്. അങ്ങനെ 2 3 ട്രിപ്പായിരുന്നു തോന്നുന്നു ബോട്ട് സർവീസ് ഉണ്ടായിരുന്നത്. വലിയ ബോട്ടായിരുന്നു. അങ്ങനെ നമ്മൾ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ്. എനിക്ക് പിന്നെ നീന്തലും കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് ബോട്ടും വെള്ളവും ഇതൊക്കെ എനിക്ക് പേടിയാണ്, കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പലോമ ബാക്ക് വാട്ടർ റിസോർട്ട്, അതായിരുന്നു റിസോർട്ടിൻ്റെ പേര്. അങ്ങനെ റിസോർട്ടിൻ്റെ എൻട്രൻസ് ആയിരുന്നു ആ കോളാമ്പി പൂവൊക്കെ വെച്ചിട്ടുള്ള ആ സംഭവം കണ്ടില്ലേ ആദ്യം മുന്നേ? അത് നമ്മുടെ റിസോർട്ടിൻ്റെ എൻട്രൻസ് ആയിരുന്നു. ഈ പോകുന്നതെല്ലാം നമ്മുടെ കൊളീഗ്സാണ്. എല്ലാവരും ഇതുപോലെ ബാഗൊക്കെ തൂക്കി പോകുന്നത് കണ്ടില്ലേ? ഇതിൻ്റെ അകത്ത് എല്ലാവരുടെയും ലാപ്ടോപ്പുകളാണ്. കാരണം എന്താ, നമ്മൾ പണിയെടുക്കുന്ന ജനങ്ങളാണ്. അപ്പം പിക്നിക് എന്ത് എൻജോയ്മെൻറ്റ്. ഇതിൻ്റെ എല്ലാം ഇടയിൽ എന്ത് നടക്കണം? വർക്ക്. അത് മുഖ്യമ്പികിലെ വർക്ക്. ഈ പൊരി വെയിലത്ത് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നന്നായേനെ. എന്തായാലും ഉണ്ടാവുമല്ലോ, വെൽക്കം ഡ്രിങ്ക് ഇല്ലാതെ എവിടെ പോവാൻ എന്ന് വിചാരിച്ച് നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ കണ്ട, അവരതെടുത്തുകൊണ്ട് പോയി. ഫില്ല് ചെയ്യാനായിരിക്കും എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമുക്കും കിട്ടിയ ഒരു ഗ്ലാസ് റിഫ്രഷ്മെൻറ്റ്. അതിനുശേഷം നമ്മൾ റൂം ഒന്ന് ചെക്ക് ചെയ്തു. അതായത് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി റൂം ഒന്ന് ചെക്ക് ചെയ്തു, ലഗേജൊക്കെ വെച്ചു. ഇപ്പം നിങ്ങളൊരു കൂട്ടയോട്ടം കാണും കേട്ടോ. എന്താണെന്നറിയത്തില്ലേ? അത് തന്നെ, നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതാണ്. അതിന് ശേഷമുള്ള ഓട്ടമാണ് ഈ കാണുന്നത്. കാരണം എന്താണെന്നറിയോ? മാതിരി വെയിലായിരുന്നു മക്കളെ. അതിനുശേഷം ബോറാവുന്നുണ്ടല്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സാറിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പം ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു. എല്ലാവരും കട്ട് ചെയ്ത് കഴിച്ചു. എനിക്കാണെങ്കിൽ ബർത്ത്ഡേ കേക്ക്, ക്രീം കേക്കൊന്നും ഇഷ്ടമല്ല. കാരണമൊന്നുമില്ല, എനിക്കിഷ്ടമല്ല, അത്ര തന്നെ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. നാടൻ ഫുഡായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു, ഒരു ഓക്കെ ഫുഡായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അതുവഴിയൊക്കെ നടന്നു. ലാപ്ടോപ്പ് കണ്ടല്ലോ നിങ്ങൾ കയ്യിൽ. ഇടയ്ക്കൊക്കെ വർക്ക് ചെയ്യണം. ചെയ്യാനാ കോർപ്പറേറ്റ് ലൈഫ്. അതെ. കുറച്ച് നേരം ഞാനിങ്ങനെ കായലൊക്കെ കണ്ട് കുറേ നേരം ഇങ്ങനെ ആസ്വദിച്ചു. അവിടെ ബോട്ടിംഗ് സർവീസ്, സൈക്ലിങ്, ഫിഷിങ് ഇതെല്ലാം ഉണ്ട്. നമ്മുടെ കുറേ ടീംസൊക്കെ ബോട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ വെയിലത്ത്, ഒന്നാമത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര പനിയായിരുന്നു. അപ്പം ഈ വെയിലത്ത് ഇറങ്ങാനുള്ള ഒരു
എന്താ പറയുക, സ്റ്റാമിന നമുക്കില്ലാത്തതുകൊണ്ട് എല്ലാവരും റൂമിൽ അട്ടിയിട്ടങ്ങ് കിടന്നു. അതിന് ശേഷം ചെറുതായിട്ടൊന്ന് അവിടേക്കൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഒന്നിറങ്ങി. പക്ഷേ അടിപൊളി വ്യൂ ആയിരുന്നു. ഈ ഫാമിലിക്കൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് നല്ല രസമാണ് അവിടെ. ആ ഒരു ബാൽക്കണി എനിക്ക് ഇഷ്ടപ്പെട്ടു. വൈകുന്നേരമൊക്കെ നല്ല രസമായിരിക്കും, നല്ല ആൽക്കഹോളിക് വെതറായിരിക്കും. അതെ, ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം കേട്ടല്ലോ. അങ്ങനെ ഞാൻ കുറേ നേരം തന്നെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഓഹോ കൊള്ളാലോ എന്ന് വിചാരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും എന്തൊക്കെയോ ഞാൻ കാണിച്ചു കൂട്ടുന്നു, അത്ര തന്നെ. അതാ വരുന്ന ഒരു ബോട്ട്. ഇതിലാണെന്ന് തോന്നുന്നു നമ്മുടെ ടീംസ് പോയത്. കറക്റ്റ് 4 മണിയായപ്പം അപാര തലവേദന. എന്താണെന്നറിയില്ലേ, ചായ കുടിക്കാഞ്ഞിട്ട് തന്നെ. അങ്ങനെ ചായ ഉണ്ടെന്ന് അറിഞ്ഞ പാടെ വെച്ച് പിടിച്ചു ഞങ്ങളെല്ലാവരും കൂടെ. അപ്പം അതാ വിക്ടറി, V4 വിക്ടറി. ഇതൊക്കെ നമ്മുടെ കൊളീഗാണ്. എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഞാൻ വരികയാണ്. നമ്മൾ ചായ കുടിക്കുന്നു, തിരിച്ചു പോകുന്നു. കണ്ടില്ലേ, ഗുപ്തന് ചായ ഊതി കുടിക്കുക. അവിടെ വേണ്ട, കുളിസീനടുത്തെന്ന് പറയും, നമുക്ക് അപ്പുറത്ത് പോവാം. ഗുപ്തന് ചായ ഊതി കുടിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് കായലിൻ്റെ ഭംഗി ആസ്വദിച്ച് ഊതി ചായ കുടിക്കാം. അപ്പം തന്നെ അവിടെ ആദ്യത്തെ ബസ് റെഡിയാണ്. ആദ്യം പോകേണ്ടവരൊക്കെ ഓടി വന്നോളൂ. പിന്നെ പറയണോ, അപ്പം തന്നെ ചായ ഗ്ലാസ് അവിടെ വെച്ചിട്ട് ഇറങ്ങിയില്ലേ, ഫസ്റ്റ് ബോട്ട് പിടിച്ചു. തിരിച്ചും ബോട്ടിൽ തന്നെ യാത്രയായി. തിരിച്ചു പോകുന്ന വഴിക്ക് ഇങ്ങനൊരു സംഭവം കണ്ടു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോൾ ബോട്ടിൻ്റെ സ്റ്റാൻഡാണോ എന്തോ, സ്റ്റാൻഡല്ല, ഈ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ കേട്ടിട്ടില്ല, അതുപോലെ ആണോ എന്തോ. പക്ഷേ ആ വെള്ള സാധനം അത് കൊള്ളാം. അതെന്തിനാണോ എന്തോ, കാറ്റ് നിയന്ത്രിക്കുന്ന സാധനമാണോ? അറിവുള്ളവരോടൊക്കെ വേണം. ഈ അറിവുള്ളവരാണെന്ന് തോന്നി ഈ കൂടുതലും വ്ളോഗ് ചെയ്യുന്നതല്ലേ. അതല്ലേ ഞാൻ ഓർക്കുകയും ചെയ്യും, അവർക്കൊക്കെ എങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നതെന്ന്. നല്ല വ്യക്തമായിട്ട് ഞാൻ കേട്ടില്ലേ, ശേഷം പതിയെ ശരിയാകുമായിരിക്കും അല്ലേ. എന്നാൽ പിന്നെ ശരി, ബൈ, ഗുഡ് നൈറ്റ്.